സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കഴിയുന്നത്ര ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണല്ലോ. കരയിലെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം കടലിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് സർക്കാർ. കടലിന്റെയും കാടിന്റെയും കരയുടെയും കരൽ പറിച്ചെടുത്ത് അർമാദിക്കുന്ന ഭരണകൂടം ഭൂമിയിലെ സകല ജീവികളെയും ജീവിതത്തെയും ജീവിത മാർഗങ്ങളെയും ഉന്മൂലനം ചെയ്യുകയാണ്. കാട്ടിലെ മരങ്ങൾ കണ്ണിച്ചോരയില്ലാത്ത തരത്തിൽ കവർന്നെടുത്ത് വനങ്ങളെ പോലും വെട്ടിമാറ്റി മൊട്ടക്കുന്നുകളാക്കിയിരിക്കുന്നു. പാറയും മണ്ണും ഗർഭം ധരിച്ച് ആ കുന്നുകൾ ഇടിച്ചു നിരത്തി മരുഭൂമികൾ സൃഷ്ടിക്കുകയാണ്. മനുഷ്യപ്പറ്റില്ലാത്ത വികസനത്തിന്റെ മറവിൽ മനുഷ്യന്റെ ആവാസ സ്ഥലങ്ങളിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും അടിച്ചു പുറത്താക്കി ധനികർക്കും ഭരണകൂടത്തിന്റെ പണിയാളുകൾക്കും മാത്രം ഇടമുള്ള നാടായി കേരളത്തെയും ഇന്ത്യയും മാറ്റുകയാണ്. അനേകം മത്സ്യസമ്പത്തുകളുടെയും കടൽ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറയായ ആഴക്കടലിലെ ഖനനം കേരള തീരത്ത് വലിയ തോതിലുള്ള ആപത്തുകൾ ഉണ്ടാക്കും. 600 കിലോമീറ്റർ നീളത്തിലുള്ള കേരള തീരത്ത് ജീവിക്കുകയും കടലിനെ ജീവനോപാധിയാക്കുകയും ചെയ്ത ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ അന്നദാതാവ് മാത്രമല്ല കടൽ, അവരുടെ അമ്മയും ദേവിയും രക്ഷക ബിംബവുമാണ്. കടലമ്മ ക്ഷോഭിച്ചാൽ കുലം മുടിയുമെന്നും കടലമ്മ പ്രീതിപ്പെട്ടാൽ സമ്പത്തിന്റെ ചാകര വിളയുമെന്നുമുള്ള വിശ്വാസത്തിന്റെ ബലത്തിൽ ജീവിക്കുന്നവരാണവർ. അത്തരം വിശ്വാസത്തിന്റെ ഗർഭസ്ഥലികളിലേക്ക് കൂറ്റൻ യന്ത്രങ്ങൾ കടത്തി മണൽ ഖനനം ചെയ്യുകയാണ്. ഈ മണൽ വാരലുകളിൽ ജീവൻ ഒടുങ്ങുന്നത് കോടിക്കണക്കിന് വലുതും ചെറുതുമായ മത്സ്യങ്ങളുടെയും കടൽ ജീവികളുടെയും കടൽ സസ്യങ്ങളുടേതുമാണ്. ആഴക്കടലിൽ ഉണ്ടാവുന്ന മത്സ്യവംശനാശം തീരത്ത് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ചാകര പെയ്ത്താണ് സൃഷ്ടിക്കുക. മത്സ്യബന്ധനം തൊഴിലാക്കിയവർ മുഴുവൻ കുലത്തൊഴിലിൽ നിന്ന് പുറന്തള്ളപ്പെടും. 2004 സുനാമി പുതിയ രൂപത്തിലും ഭാവത്തിലും രാക്ഷസ കൈകളുമായി കരയെ ആക്രമിക്കും. അനേകായിരം മനുഷ്യരും നിർമ്മിതികളും മണൽത്തിട്ടകളും കടൽ ഭിത്തികളും കടലിനടിയിലാകും. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യക്ഷവും സംസ്ഥാന സർക്കാരിന്റെ പരോക്ഷവുമായ ഇടപെടലുകളാണ് സ്വകാര്യ കമ്പനികൾക്ക് ആഴക്കടൽ ഖനനത്തിന് അനുമതി നൽകുന്നത്. കേരള തീരവും അവിടുത്തെ ജീവിതങ്ങളും ജീവിതോപാധികളും അപ്പാടെ തകിടം മറിക്കുന്ന മനുഷ്യനിർമ്മിത പ്രകൃതി ദുരന്തങ്ങളായിരിക്കും ഖനനം സൃഷ്ടിക്കുക. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കും സഹായ നിഷേധത്തിനുമെതിരെ ഗർജിക്കാറുള്ള CPM ആഴക്കടൽ ഖനനത്തിൽ മൗനം പാലിക്കുന്നത് കൗതുകകരമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗങ്ങൾ കൊട്ടിയടയ്ക്കുകയും കടലിന്റെ മക്കൾ എന്ന അവരുടെ അസ്തിത്വം ഇല്ലാതാവുകയും ചെയ്യും. തലമുറകളായി ജീവിച്ച മണ്ണിൽ നിന്നും ശീലിച്ച തൊഴിലിൽ നിന്നും അവർ പറിച്ചെറിയപ്പെടും. സംസ്ഥാനത്തിന്റെ അവകാശ പരിധിയിലുള്ള ആഴക്കടൽ വരെ ഖനനം നടത്താനുള്ള അവകാശം കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്തിട്ടും സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുന്നത് എന്താണ്? തമിഴ്നാട് തീരക്കടലിൽ ഖനനം നടത്താനുള്ള നീക്കങ്ങളെ നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി എതിർത്തപ്പോൾ കേന്ദ്രം നടപടികൾ ഉപേക്ഷിച്ചു. മുഖ്യമന്ത്രി സ്റ്റാലിൻ കാണിച്ച ആ ധൈര്യം പിണറായി വിജയന് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? കരിമണൽ ലോബിയുമായുള്ള കുപ്രസിദ്ധ സഖ്യം ആഴക്കടൽ ഖനനത്തിലേക്കും വ്യാപിച്ചിട്ടുണ്ടോ? കൊല്ലം ജില്ലയിലെ 3 ഇടങ്ങളിലാണ് ഖനനം ചെയ്യാനുള്ള അനുമതി സ്വകാര്യ കമ്പനികൾക്ക് ടെൻഡർ മുഖേന നൽകുന്നത്. പിന്നാലെ മറ്റു ജില്ലകളിലും ഇതേ രീതിയിൽ ഖനനാനുമതി നൽകും. 1.5 മാസക്കാലം കടലിന്റെ മക്കൾ പട്ടിണി സഹിച്ച് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തിലൂടെ സംരക്ഷിച്ച ശേഷിച്ച മത്സ്യസമ്പത്ത് കൂടി ഖനന ഭീകരന്മാർ മാന്തിയെടുത്ത് നശിപ്പിക്കും. കരയിൽ കണ്ണീരോടെയും വേദനയോടെയും അത് നോക്കി നിൽക്കാനേ തീരത്തുള്ളവർക്ക് കഴിയൂ. 49 മുതൽ 59 മീറ്റർ വരെ ആഴത്തിലുള്ള ഖനനം എത്രമാത്രം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർക്ക് പോലും പ്രവചിക്കാനാവുന്നില്ല. കടൽക്ഷോഭവും സുനാമി തിരകളും മനുഷ്യനിർമ്മിത രീതിയിൽ പ്രത്യക്ഷപ്പെടും. 3-4 വർഷം കൊണ്ട് ഒരു പരൽമീൻ പോലും ഇല്ലാത്ത വിധം ഖനന മേഖലയും ചുറ്റുപ്രദേശങ്ങളും മാറും. കടൽ ഖനനം നടത്തി മുടിഞ്ഞുപോയ നിരവധി രാജ്യങ്ങൾ ലോകത്തുണ്ട്. അപകടം മനസ്സിലായപ്പോൾ അവർ അബദ്ധമാർഗത്തിൽ നിന്ന് പിന്മാറി. ഖനനാനുമതിക്ക് മുൻപ് തന്നെ തമിഴ്നാട് സർക്കാർ സ്വീകരിച്ച നടപടി പോലെ കേന്ദ്ര നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി കേരള നിയമസഭയും പ്രമേയം പാസാക്കണം. ഇത്തരം നടപടികൾക്ക് മുൻപന്തിയിൽ ഉണ്ടാകാറുള്ള CPM പുലർത്തുന്ന അവഗണനയും നിസ്സംഗതയും നിരവധി സംശയങ്ങൾക്ക് കാരണമാകുന്നു.